ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പിസ്സ ചെയ്യാനായിട്ട് നമുക്ക് മാവൊന്നും ഒരുപാട് സമയം കുഴച്ച് വെക്കേണ്ട. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ ചുട്ടെടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ പിസ്സയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പിസ്സ ചെയ്യാനായിട്ട് നമുക്ക് ചീസോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ സാധാരണ ദോശക്കല്ലിൽ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ചീസ് പോലും വേണ്ടാത്തൊരു സൂപ്പർ പിസ്സയാണ്. മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ഗീവ് വേയുടെ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയാണ്. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പാലും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് പാലൊഴിച്ചതിന് ശേഷം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/4 കപ്പ് കൂടാതെ ഒരു 1/4 കപ്പ്, ഏകദേശം ഒരു കപ്പിൽ കൂടുതൽ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ഒരുപാട് കൂടി പോകരുത്, അതിനാണ് അളവ് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാത്ത, അത്യാവശ്യം നമ്മൾ ദോശമാവിൻ്റെ കട്ടിയുണ്ടല്ലോ, ആ ഒരു കട്ടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്കിത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ചിക്കൻ പിസ്സയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. അത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട, കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞ് പീസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഏകദേശം ഒന്ന് പകുതിയോളം വെന്ത് കിട്ടിയാൽ മതി. കാരണം ബാക്കി നമ്മൾ ഈ പിസ്സയുടെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കന് പകരം നമുക്ക് വേണമെങ്കിലും മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, മട്ടൺ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള രീതി, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നെല്ലാം ഇതൊന്ന് മാറ്റിയെടുക്കാം. കാരണം എണ്ണയൊന്നും അധികം വരാൻ പാടില്ല നമ്മൾ പിസ്സയിലോട്ട് വെക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പിസ്സയൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും പാനിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, ഈ ദോശക്കല്ലുണ്ടാവുമല്ലോ, അതിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബാറ്റർ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു കറക്റ്റ് ഒരു 6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്, ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ലെയർ നല്ലതുപോലെ കുക്കായി കിട്ടി, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിടാം. ഇനി നമുക്കൊരു 4-5 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊസറല്ല ചീസ് നമ്മൾ ചെയ്ത പാലിൽ നിന്നാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് പോലെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപ്സിക്കൻ ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പച്ചമുളക് ഉണ്ടല്ലോ, അതിൻ്റെ അരിയൊക്കെ മാറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, അധികം എരിവില്ലാത്തതാണെങ്കിൽ. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഫില്ലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം മേളിൽ കുറച്ചധികം നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ലപോലെ സെറ്റായിട്ട് കവർ ചെയ്തിരിക്കും. ഇനി കുറച്ച് ലാസ്റ്റായിട്ട് ഒറിഗാനോയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒറിഗാനോയുടെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരുപാട് സമയം എടുക്കും ഇങ്ങനെയൊക്കെ ലെയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം ഫ്ലെയിം കത്തിച്ചതിന് ശേഷം ഒരു കറക്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നവരെ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചീസ് നല്ലതുപോലെ മെൽറ്റായി നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പിസ്സയാണ്.
അപ്പം മാവൊക്കെ കലക്കി നല്ല സൂപ്പറായിട്ട് നമുക്ക് പാൽ വെച്ചിട്ട് ചീസ് ഉണ്ടാക്കി വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിക്കൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടും. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ 10 മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. 1 ഡേ ഗ്യാപ്പിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.